അവർക്ക് അക്കൗണ്ട് ചെയ്യാനുള്ള ദോഷം എന്താണ്? ഇന്ത്യ ഭരിക്കുന്നവരല്ലേ. ഇപ്പോൾ ബംഗാളിൽ അവർക്ക് കിട്ടാൻ പോകുന്ന ഭൂരിപക്ഷം. അപ്പോൾ ബി ജെ പി അത്ര ചെറുതായി എന്തിനാണ് കാണുന്നത്? ഇന്ത്യയിൽ നിന്ന് മഹാഭൂരിപക്ഷം സ്റ്റേറ്റുകളും ബി ജെ പി ഭരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ബി ജെ പിയുടെ ഭരണം ഇവിടെ മോശമാണെന്നൊന്നും പറയാനൊക്കത്തില്ല ആൾ ഇന്ത്യ ബേസിസിൽ. അപ്പോൾ അവർക്കിവിടെ കുറേ സീറ്റ് കിട്ടിയാലോ അവർക്ക് അക്കൗണ്ട് തുറന്നാലോ അത് ഇവിടെ ഈ രാജ്യത്ത് വലിയ സുനാമി സംഭവിക്കുന്നതൊന്നും ആരും ധരിക്കേണ്ട കാര്യമില്ല. രക്ഷിക്കും. യു ഡി എഫ് ഇവിടെ ഭരണത്തിൽ വന്നാൽ പിറ്റേ ദിവസം ഇടിപിടിയല്ലേ വരാൻ പോകുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. യു ഡി എഫ് ഇവിടെ ഭരണത്തിൽ വരാൻ പോകില്ല. വന്നാൽ തന്നെയുള്ള സ്ഥിതി എന്താണ്? കലഹമല്ലേ നടക്കുന്നത്. ഇപ്പം തന്നെ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി എത്ര പേരാണ് പരസ്പരം മത്സരിക്കുന്നത്? അതിന് ഹൈക്കമാൻഡ് കയറി വിലങ്ങിടുന്നു. ഇപ്പം വരാൻ പോകുന്ന അല്ലെങ്കിൽ ഭരണം കിട്ടുമെന്ന് തോന്നിയപ്പോൾ ഇതാണ് സ്ഥിതിയെങ്കിൽ ഭരണം കിട്ടിയാലുള്ള സ്ഥിതി എന്താണ്? അതെ, അവർക്ക് അക്കൗണ്ട് ചെയ്യാനുള്ള ദോഷം എന്താണ്? ഇന്ത്യ ഭരിക്കുന്നവരല്ലേ. ഇപ്പോൾ ബംഗാളിൽ അവർക്ക് കിട്ടാൻ പോകുന്ന ഭൂരിപക്ഷം. അപ്പോൾ ബി ജെ പി അത്ര ചെറുതായി എന്തിനാണ് കാണുന്നത്? ഇന്ത്യയിൽ നിന്ന് മഹാഭൂരിപക്ഷം സ്റ്റേറ്റുകളും ബി ജെ പി ഭരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ബി ജെ പിയുടെ ഭരണം ഇവിടെ മോശമാണെന്നൊന്നും പറയാനൊക്കത്തില്ല ആൾ ഇന്ത്യ ബേസിസിൽ. അപ്പോൾ അവർക്കിവിടെ കുറേ സീറ്റ് കിട്ടിയാലോ അവർക്ക് അക്കൗണ്ട് തുറന്നാലോ അത് ഇവിടെ ഈ രാജ്യത്ത് വലിയ സുനാമി സംഭവിക്കുന്നതൊന്നും ആരും ധരിക്കേണ്ട കാര്യമില്ല. തിരുവനന്തപുരം സൈഡിലായി കൂടുതലും. തിരുവനന്തപുരം ജില്ലയിലായിരിക്കും കൂടുതലും. അത് ഒന്നും സംഭവിക്കില്ല. ഒന്നുമില്ലെങ്കിൽ ഒരു തിരുത്തൽ ശക്തിയായിട്ട് അവരിവിടെ ഉണ്ടാവുമല്ലോ.